നമ്മുടെ സിജോ ഭയങ്കര മൈൻഡ് ഗെയിമറാണെന്നാണ് സിജോവിൻ്റെ വിചാരം. നമ്മുടെ സിജോ ഇന്ന് ശ്രീരേഖയോട് പറയുന്നത് കേട്ടു. രതീഷ് കളിക്കുന്നത് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും രതീഷേ 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 എന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രതീഷ് ഈ ഓരോ പ്രശ്നങ്ങളും പോയി ഇടപെട്ട് പ്രശ്നം രൂക്ഷമാക്കുന്നത് എന്നാണ് സിജോ ഇന്ന് പറയുന്നത് കേട്ടത്. അങ്ങനെ രതീഷിനൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ആരാണ്? ഈ പറയുന്ന സിജോവിനെ പോലുള്ളവരാണ്. കാരണം രതീഷ് ഒരു പ്രശ്നവുമായിട്ട് വരുന്ന സമയത്ത് സിജോവിനെ പോലുള്ളവർ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോഴാണല്ലോ അതൊരു വലിയൊരു പ്രശ്നമായി മാറുന്നത്. അപ്പോൾ രതീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ എടുത്തിടുന്നത് എന്ന് അറിവുള്ള ബുദ്ധിമാനായ സിജോ എന്ത് ചെയ്യണം? മിണ്ടാതെ മാറി നിൽക്കണം. അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതെ, രതീഷിനെ ആരും മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം രതീഷ് ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ അതിന് കൂടുതൽ വളം വെച്ച് കൊടുക്കുകയല്ല പോലുള്ള മൈൻഡ് ഗെയിമേഴ്സ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ പല സ്ഥലത്തും രതീഷ് വില്ലനും നമ്മുടെ സിജോനെ രായാവും ആക്കിക്കൊണ്ടുള്ള പല പോസ്റ്റുകളും കണ്ട്. പക്ഷേ സിജോ എന്ന് പറയുന്ന മൈൻഡ് ഗെയിമർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? രതീഷ് ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി മാറി നിന്ന് രതീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം മാത്രം സിജോ മറന്നു പോകുന്നു. അപ്പം നമ്മുടെ രാജാവിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം.